അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്ന ഒരു അസുഖം, ഇപ്പോൾ നമ്മൾ ഷുഗർ, പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡായിട്ട് മാറി. ഒരു ജീവിതശൈലി രോഗങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ മെയിനായിട്ട് കാണുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഈ പൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ടത്തെക്കാട്ടിലും ഈ ആൾക്കാർക്ക് പുറത്ത് പറയാൻ മടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിനായിട്ടും വരുന്നുണ്ട്, ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സർജറി വേണ്ട ഒരു പ്രശ്നമായിട്ടാണ് പൊതുവിൽ പറയാറുള്ളത്. പക്ഷേ പൈൽസിന് ശരിക്കും സർജറി ആവശ്യമുണ്ടോ? സർജറി ഇല്ലാണ്ട് ഈ തടിപ്പുകൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. ഈ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു തടിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വീക്കം എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ പൈൽസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ തടിപ്പുകൾ എല്ലാതും പൈൽസ് ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊലാപ്സ്, റെക്ടൽ പ്രൊലാപ്സ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്കിൻ ടാഗ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വാട്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോഴോ ഒരു തടിപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു കുരുവായിട്ടൊക്കെയാണ് തോന്നുക. അപ്പോൾ എന്താണ് ഇത് ശരിക്കും പൈൽസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഫസ്റ്റ് കണ്ടിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വീക്കം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ചാൽ മാത്രം പോവുമോ, അല്ലെങ്കിൽ ഇതിന് സർജറി എടുക്കണോ, സർജറി വേണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ OPയിൽ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ആ പേഷ്യൻ്റ് വന്നതെന്ന് പറഞ്ഞാൽ അവർ ഡ്രൈവറാണ്. അപ്പോൾ എപ്പോഴും ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ ഒരു മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നല്ല എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു തടിപ്പ് പോലെ ഉണ്ട്, പക്ഷെ അത് ആ ഭാഗത്ത് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞിട്ടാണ് ആ പേഷ്യൻ്റ് വന്നത്. സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. കാരണം എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരാളായതുകൊണ്ട് അവർക്ക് വേറൊന്നും ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ വേദന ഒട്ട് സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ പേഷ്യൻ്റ് വന്നത്. ആ തടിപ്പിൻ്റെ ഭാഗം മാത്രം തന്നെ നല്ല വേദനയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പേഷ്യൻ്റ് വന്നത്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിന് 2 ആഴ്ചയ്ക്കാണ്, ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ 2 ആഴ്ചയ്ക്കാണ് മെഡിസിൻ കൊടുക്കാറുള്ളത്. മെഡിസിൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് ചോദിച്ച സമയത്ത് ഈ പേഷ്യൻ്റ് പറയേണ്ടായി എരിച്ചിലും പുകച്ചിലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, ചെറിയ ചൊറിച്ചിലുണ്ടായെന്ന് പറഞ്ഞാൽ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ വീക്കത്തിൻ്റെ കാര്യം ചോദിച്ചു, അല്ലെങ്കിൽ ആ തടിപ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ തടിപ്പൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല, ആ തടിപ്പും വേദനയൊക്കെ പോയി എന്നാണ്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് 2 മാസത്തോളമായിട്ടാണ്, അതിന് മുന്നേ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചതുകൊണ്ട് എനിക്ക് ഈ തടിപ്പ് പോവുമോ, അല്ലെങ്കിൽ ഇത് സർജറി ചെയ്യാതെ അത് കളയാൻ പറ്റുമോ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഈ കേസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇത്തരത്തിലൊരു പ്രശ്നം മുന്നേ കൂട്ടി കാണുകയാണ്, ഫസ്റ്റിന് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മരുന്ന് കഴിക്കണോ അത്രയും പെട്ടെന്ന് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇനി പൈൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്രഷറായിട്ട് മലം പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു പ്രഷർ കൊണ്ടുണ്ടാവുന്ന അവിടുത്തെ വെയിൻസിൽ ഉണ്ടാവുന്ന വീക്കമാണ് പൊതുവിൽ തടിപ്പായിട്ട് പുറമേ കാണാറുള്ളത്. അതിൽ നമുക്ക് പുറമേയുള്ള പൈൽസ് എന്നും പറയാം, അകമേയുള്ള പൈൽസ് എന്നും പറയാം. നമ്മൾ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ എന്ന് 2 തരത്തിൽ പറയാറുണ്ട്. പുറമേയുള്ള പൈൽസാണ് പൊതുവിലെ ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുക. ഇനി അകത്തുള്ളതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വേദനയോ അല്ലെങ്കിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി പൈൽസ് വരാൻ കൂടുതൽ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ മുക്കി പോവേണ്ടി വരുന്ന, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ടോയ്ലറ്റ് ഹാബിറ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കാണാറുള്ളത്. ഇനി രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിൽ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഡ്രൈവേഴ്സ് തന്നെയാണ് പറയാറ്. ഡ്രൈവേഴ്സാണ് കൂടുതലും വരാറുള്ളത്. അവർക്ക് ഇരുന്നിട്ടുള്ള ജോലി ഒരു കാരണമാണ്, അതേപോലെ തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റും ഒരു കാരണമാണ്. കാരണം അവർ പുറത്ത് പല പല സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്ത് പല പല ടൈപ്പിലുള്ള ഈ പറഞ്ഞ പോലെ മസാലയും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. അപ്പോൾ അവർക്കിത് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതേപോലെ ഈ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ വരിക. പിന്നെ ഗർഭിണികൾക്ക് ഇതേപോലെ തന്നെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചില ആൾക്കാർക്ക് കാണാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ള മലബന്ധം മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധമൊക്കെ ഇതിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ഈ വേദനയോ അല്ലെങ്കിൽ എരിച്ചിലോ അല്ലെങ്കിൽ പുകച്ചിലോ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ലക്ഷണങ്ങൾ കോമൺ ആയിട്ട് എന്തൊക്കെയാണ് ആളുകൾ പറയാറുള്ളത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് പറയുന്നത് അസഹനീയമായിട്ടുള്ള വേദനയാണ്. ഇരിക്കാൻ പോലും പറ്റാത്ത പേഷ്യൻസ് ചിലവരുണ്ട്. ഒരേ ഇരിപ്പിലിരുന്ന് പറഞ്ഞ പോലെ നമ്മളോട് കൺസൾട്ടിങ് ടൈമിലാണെങ്കിൽ പോലും കുറേ നേരം ഒരേ ഇരിപ്പിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അത്രയും വേദന അനുഭവിക്കുന്ന ആൾക്കാർ. പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൊറിച്ചിലിൻ്റെ അസ്വസ്ഥത. അപ്പോൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ വല്ല മീറ്റിങ്ങിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ചൊറിച്ചിലോ അല്ലെങ്കിൽ പുകച്ചിലും കൊണ്ടുള്ള അസ്വസ്ഥത വേറെ ഉണ്ട്.
ഇനി നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് രക്തം കാണുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇത് പൈൽസ് തന്നെയാണോ എന്നുള്ള പല പല ഡൗട്ട്. ഇപ്പോൾ ക്യാൻസർ, കുടൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പേടിയോടെ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മലബന്ധമുള്ള ആൾക്കാർ, അത് അസോസിയേറ്റഡ് ആയിട്ട് എപ്പോഴും കാണുന്നതാണ്. ഒരുവിധം എല്ലാവർക്കും ഈ പ്രശ്നം, പൈൽസ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നവും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് പേഷ്യൻസ് വന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മലബന്ധം മാറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ ഒരു വിധത്തിലൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മലബന്ധം തുടങ്ങുമ്പോഴേ എനിക്ക് ഇത് ഓക്കെ ആണല്ലോ, ഇതിപ്പോൾ എല്ലാ ദിവസവും ഉള്ളത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ബാത്റൂം പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ രാവിലെ ചെന്ന് കുറേ നേരം ഇരുന്നാലും കുറേ നേരം മുക്കി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ ബാത്റൂം പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത ഒരാൾക്കാരുണ്ട്. പിന്നെ ഈ പ്രശ്നമുള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എനിക്ക് മലം പോകുന്ന സമയത്ത് എരിച്ചിലും പുകച്ചിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേദനയൊക്കെ വന്നാലോ എന്ന് വിചാരിച്ച് പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ബിസി ഷെഡ്യൂളാകുമ്പോൾ ഇപ്പോൾ പോകണം തോന്നിയാലും പിടിച്ചു നിൽക്കാതെ കുറേ നേരം പിടിച്ചു നിന്നിട്ട് പിന്നെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ വരിക. അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് കുറേ നേരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക്, ടോയ്ലറ്റിൽ കറക്റ്റായിട്ട് സിറ്റിംഗ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്ക്, അവർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും, അവിടെ പോയി ഇരിക്കും, കുറേ നേരം ഈ പറഞ്ഞ പോലെ മുക്കിക്കൊണ്ടേ ഇരിക്കും, വരില്ല. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഈ പ്രശ്നം കൂടുതലായിട്ടും കാണുക. ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ രാവിലെ എണീച്ച ഉടനെ തന്നെ ബാത്റൂം പോകുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് മലം പോയി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ടത്. ഇന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നുകിൽ രാവിലെ എണീച്ച ഉടനെ, അല്ലെങ്കിൽ രാവിലെ എണീച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ രാവിലെ എണീച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം, അങ്ങനത്തെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫുഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുക, അതേപോലെ നാരുകൾ കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ പൊറോട്ട, മൈദ, അത്തരത്തിലുള്ള ഈ ബ്രെഡ്, അങ്ങനത്തെ വറുത്തത്, പൊരിച്ചത്, പ്രത്യേകിച്ച് ഈ മീറ്റ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം അത് ദഹിപ്പിക്കാൻ ഭയങ്കര പണിയെടുക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ എരിച്ചിലും പുകച്ചിലും ഒക്കെ കൂടണമെങ്കിൽ ഈ നല്ല എരിവുള്ള സാധനങ്ങൾ കഴിക്കുന്നവർക്ക്, ഇപ്പോൾ കുരുമുളക് പൊടിയായാലും മുളക് പൊടിയായാലും ഒക്കെ കൂടുതലായിട്ട് ഇട്ട് കഴിക്കുന്ന ആൾക്കാർക്ക്, അതേപോലെ പുറത്തുനിന്നുള്ള ഫുഡുകൾ, മസാലകൾ വാങ്ങി കഴിക്കുന്നവർക്ക്, പിന്നെ ഈ ചില ടൈപ്പ് എണ്ണകൾ എന്ന് വെച്ചാൽ ഈ ഡാൽഡ പോലത്തെ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം, ഈ ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട്, ഈ വേദനയോ എരിച്ചിലോ പുകച്ചിലോ ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല രീതിയിലുള്ള ഇലക്കറികളും പച്ചക്കറികളും ഈ ഫൈബറുള്ള പഴങ്ങളും അതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാനായിട്ടുള്ള വെള്ളം ശരീരത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് പല ആൾക്കാർക്കും ദാഹം എടുക്കാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ദാഹം ഉണ്ടായിട്ടും കുടിക്കാൻ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ദിവസം ഞാൻ 3 മുതൽ 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അത് ദഹനത്തിനും ഈ പറഞ്ഞ പോലെ ഗട്ട് ഹെൽത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി എന്തൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാലും ഈ ഒരു കാര്യം നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. അതേപോലെ തന്നെ നല്ല രീതിയിൽ കുടലിൻ്റെ പ്രവർത്തനം ഇതാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ചെറു ചൂട് വെള്ളം കുടിച്ചിട്ട് അതിനുശേഷം ബാത്റൂം പോകാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ വീക്കമോ അല്ലെങ്കിൽ എരിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചെറു ചൂട് വെള്ളത്തിൽ അല്പം കല്ലുപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്സം സാൾട്ട്, അതാണ് ഒന്നും കൂടെ നല്ലത്. അത് ഇട്ടിട്ട് കുറച്ച് നേരം ഇരിക്കുന്നതാണ്. അത് 2 നേരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് ഈ വീക്കം കുറയ്ക്കാനും ഈ വേദന കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു വീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തുണിയിൽ ഒരു ഐസ് ക്യൂബ് പൊതിഞ്ഞിട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ വേദനയും വീക്കമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷേ ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് റിലീഫ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ പൈൽസോ ഫിഷറോ എന്തെങ്കിലും ഒരു മലദ്വാര സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ജാഗ്രതയിലിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുക. ഇനി നിങ്ങൾ ഓൾറെഡി ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുഴുവനായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ചില കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്, നമ്മൾ പുറത്തെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതല്ലാണ്ട് പരമാവധി ഇത് കുറയ്ക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പൈൽസ് ഫിഷർ ഫിസ്റ്റുലയിൽ സ്പെഷ്യൽ ഒ പി അവൈലബിൾ ആണ്. കൂടുതൽ സർജറി പേടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ മടിയുള്ള ആൾക്കാർ നമ്മളടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.